നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. അമേരിക്കയിൽ കൂട്ടപ്പിരിച്ചുവിടൽ ആശങ്ക നീളുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. ഓസ്ട്രേലിയൻ പര്യടനം. ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ഇന്ത്യയെ നയിക്കും. ഏകദിന പരമ്പര T20 ടീമുകൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. അമേരിക്കയിൽ കൂട്ട പിരിച്ചുവിടൽ ആശങ്ക നീളുന്നു. അമേരിക്കയിൽ ഫെഡറൽ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടലിൽ ആശങ്ക നീളുന്നു. സുമാർ 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാരാണ് ഒക്ടോബർ 1 മുതൽ ശമ്പളമില്ലാതെ അവധിയിൽ തുടരുന്നത്. ദേശീയ സുരക്ഷ, ആരോഗ്യ മേഖലകളെയും സർക്കാർ ചെലവുകളുടെ കാര്യത്തിലുള്ള സ്തംഭനാവസ്ഥ ഏറെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. സെനറ്റിൽ ഇന്നലെ അവതരിപ്പിച്ച നവംബർ 21 വരെയുള്ള സർക്കാർ ചെലവുമായി ബന്ധപ്പെട്ട 2 ഹ്രസ്വകാല ബില്ലുകൾ അംഗീകാരത്തിന് ആവശ്യമായ വോട്ടുകൾ ലഭിക്കാതെ പരാജയപ്പെട്ടതോടെയാണ് പ്രതിസന്ധിയും ആശങ്കയും തിങ്കളാഴ്ച വരെ തുടരാനിടയാക്കിയത്. തിങ്കളാഴ്ച മാത്രമേ സമവായത്തിലേക്കുള്ള നടപടികൾ പ്രതീക്ഷിക്കാനാവൂ എന്നതാണ് അവസ്ഥ. 100 അംഗ അമേരിക്കൻ സെനറ്റിൽ ബില്ല് പാസ്സാവാൻ 60 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. ഡെമോക്രാറ്റുകളുടെ പിന്തുണ നേടാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ഇതേവരെ വിജയം കണ്ടിട്ടില്ല. ഡെമോക്രാറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടുകൾ പിടിച്ചുവെച്ച് ട്രംപ് നടത്തുന്ന സമ്മർദ്ദതന്ത്രത്തിന് വഴങ്ങാതെ ഡെമോക്രാറ്റ് പക്ഷം കടുത്ത നിലപാട് തുടരുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും $15 ബില്യൺ സാമ്പത്തിക നഷ്ടമാണ് അമേരിക്കയിലെ GDP-യിൽ നേരിടുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തയക്കുകയല്ല ചെയ്തതെന്നും ഇയാളുടെ പേരിലാണ് 40 വർഷത്തെ വാറന്റി എന്നതിനാൽ ചെന്നൈയിൽ എത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ്. തുടക്കത്തിലും അവസാനവും മഹസർ തയ്യാറാക്കി. തിരുവാഭരണ കമ്മീഷണറുടെയും വിജിലൻസിന്റെയും സാന്നിധ്യത്തിൽ നടപടികൾ വീഡിയോയിൽ ചിത്രീകരിച്ച് പോലീസ് അകമ്പടിയിൽ സുരക്ഷിതമായ വാഹനത്തിലാണത് കൊണ്ടുപോയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കോൺഗ്രസ് പ്രവർത്തകയുടെ പരാതിയിൽ മറുനാടൻ മലയാളി യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കൊച്ചി പാലാരിവട്ടം പോലീസ് കേസെടുത്തു. താര ടോജോ അലക്സ് എന്നയാൾ നൽകിയ പരാതിയിൽ എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 9 കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ താര നടത്തിയ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഷാജൻ സ്കറിയ നവമാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോയിൽ പരാതിക്കാരിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. നിരവധി അധിക്ഷേപ പരാമർശങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി വന്നത്. IT വകുപ്പ് ഉൾപ്പെടെ 15 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ, ഗൂഗിൾ കമ്പനി എന്നിവരും ഷാജനൊപ്പം പ്രതിപട്ടികയിലുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനം. ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ഇന്ത്യയെ നയിക്കും. ഏകദിന പരമ്പര T20 ടീമുകൾ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുകളെ BCCI പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ഏകദിന ടീമിനെയും സൂര്യകുമാർ യാദവ് T20 ടീമിനെയും നയിക്കും. ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ ശ്രേയസ് അയ്യരാണ് വൈസ് ക്യാപ്റ്റൻ. മറ്റ് ടീമംഗങ്ങൾ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, KL രാഹുൽ വിക്കറ്റ് കീപ്പർ, നിതീഷ് കുമാർ റെഡ്ഡി, ശിവം ദുബെ, അക്സർ പട്ടേൽ, ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിദ് റാണ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, ധ്രുവ് ജുറേൽ വിക്കറ്റ് കീപ്പർ, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് ടീമംഗങ്ങൾ. T20 ടീമിൽ ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റനാണ്. മറ്റംഗങ്ങൾ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, ശിവം ദുബെ, അക്സർ പട്ടേൽ, ജിതേഷ് വർമ്മ വിക്കറ്റ് കീപ്പർ, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിദ് റാണ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് അംഗങ്ങൾ. കോൾഡ്രിഫ് ചുമമരുന്ന് നിരോധിച്ചു. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി 12 കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് പരാതിക്കിടയാക്കിയ കോൾഡ്രിഫ് ബ്രാൻഡിന്റെ ചുമമരുന്നുകൾ വിൽക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. തമിഴ്നാട് കാഞ്ചീപുരത്തെ ശ്രേഷ്ഠൻ ഫാർമ ഉൽപ്പാദിപ്പിക്കുന്ന ചുമമരുന്നിൽ അനുവദിച്ചതിലും കൂടുതൽ അളവിൽ ഡൈ എത്തിലീൻ ഗ്ലൈക്കോളിന്റെ അംശം അടങ്ങിയതായി കണ്ടെത്തിയതോടെയാണ് മരുന്ന് വിൽപ്പന ആരോഗ്യവകുപ്പ് തടഞ്ഞത്. തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന SR13 ബാച്ച് മരുന്ന് കേരളത്തിലെ പരിശോധനയിൽ ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചുമയ്ക്ക് കഫ് സിറപ്പുകൾ നൽകേണ്ടതില്ലെന്ന് ഇന്നലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി നടപടി ദുരൂഹതകൾ ഏറെയെന്ന് പന്തളം കൊട്ടാരം. ശബരിമല സ്വർണ്ണപ്പാളി നടപടികളിൽ ഏറെ ദുരൂഹതയുള്ളതായി പന്തളം കൊട്ടാരം നിർവാഹക സമിതി സെക്രട്ടറി സുരേഷ് വർമ്മ അഭിപ്രായപ്പെട്ടു. 2019 നടപടിക്രമങ്ങൾ ലംഘിച്ചു. എടുത്തുകൊണ്ടുപോകുന്നതിനോ പണി നടക്കുവാനോ തന്ത്രിയുടെ അനുമതി വേണം. അതൊന്നും ഉണ്ടായിട്ടില്ല.
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീനത്തെക്കുറിച്ചും അന്വേഷണം ഉണ്ടാവണം. അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവണമെന്നും സുരേഷ് വർമ്മ ആവശ്യപ്പെട്ടു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. വർക്കലയിൽ വിദേശ പൗരന് ക്രൂരമർദ്ദനം, കണ്ണിന് ഗുരുതര പരിക്ക്. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ പൗരന് നേരെ ക്രൂരമർദ്ദനം. ഗ്രീസ് സ്വദേശി റോബർട്ടിന് നേരെയാണ് ബീച്ചിൽ വെച്ച് ഒരു സംഘം ആക്രമണം നടത്തിയത്. വാട്ടർ സ്പോർട്സ് നടത്തുന്ന തൊഴിലാളികളാണ് മർദ്ദിച്ചതെന്നാണ് വിവരം. റോബർട്ട് ബീച്ചിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. നാട്ടുകാരിടപെട്ടാണ് ഇയാളെ രക്ഷിച്ച് ടൂറിസം പോലീസിനെ വിവരം അറിയിച്ചത്. മർദ്ദന കാരണം എന്തെന്നത് വ്യക്തമല്ല. റോബർട്ടിന്റെ കണ്ണിന് ഗുരുതര പരിക്കുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 4ാം ക്ലാസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവം. ചികിത്സാ പിഴവ് പരാതിയിൽ BJP മാർച്ച്. പാലക്കാട് 4ാം ക്ലാസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ BJP ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. കുട്ടിയുടെ കൈ പരിശോധിക്കുകയും പ്ലാസ്റ്റർ ഇടുകയും ചെയ്ത ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള കർശന നടപടികൾ ആവശ്യപ്പെട്ടായിരുന്നു BJP മാർച്ച് നടത്തിയത്. ഡോക്ടർമാരെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് DMOയും ആശുപത്രി സൂപ്രണ്ടും നൽകിയിരിക്കുന്നതെന്നും ഇത് അംഗീകരിക്കില്ലെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ മലയാളി സ്ത്രീ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. തമിഴ്നാട്ടിൽ മലയാളി സ്ത്രീയെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വാൽപ്പാറ ETR എസ്റ്റേറ്റ് മാനേജരും കോട്ടയം സ്വദേശിയുമായ ഗ്രീസിന്റെ ഭാര്യ 47-കാരിയായ ഇന്ദുമതിയാണ് എസ്റ്റേറ്റിലെ വീട്ടിനുള്ളിൽ മരണപ്പെട്ടത്. ഭർത്താവ് എസ്റ്റേറ്റിലേക്ക് പോയതിനു പിന്നാലെ ഇന്ന് രാവിലെ 7:15 സംഭവം. വീട്ടിൽ തീ ഉയരുന്നത് കണ്ട അയൽവാസിയാണ് സംഭവം ആദ്യം അറിഞ്ഞത്. ആശുപത്രിയിൽ അസഭ്യവർഷവും നഗ്നതാ പ്രദർശനവും. കാപ്പ കേസ് പ്രതി റിമാൻഡിൽ. എറണാകുളത്ത് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നയാൾ അസഭ്യവർഷവും നഗ്നതാ പ്രദർശനവും നടത്തി. തൃശൂർ ഒല്ലൂർ സ്വദേശിയായ സ്റ്റെജിൻ സ്റ്റാൻലിയാണ് ആശുപത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇന്നലെ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കസ്റ്റഡിയിലെടുത്തിരുന്ന ഇയാൾ ആശുപത്രിക്കുള്ളിൽ അസഭ്യവർഷവും വീഡിയോ എടുത്തവർക്ക് നേരെ നഗ്നതാ പ്രദർശനവും നടത്തുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരെ ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു. തൃശൂർ ഒല്ലൂരിൽ നിന്ന് കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ടയാളാണ് സ്റ്റെജിൻ എന്നാണ് വിവരം. ഇയാളെ റിമാൻഡ് ചെയ്തു. കോട്ടയത്തെ വീട്ടമ്മയുടെ മരണം ശ്വാസം മുട്ടിച്ചുള്ള ആസൂത്രിത കൊലപാതകം. കോട്ടയം കുറവലങ്ങാട്ടെ വീട്ടമ്മയുടെ മരണം ശ്വാസം മുട്ടിച്ചുള്ള ആസൂത്രിത കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. 50-കാരിയായ ജെസ്സിയുടെ മരണത്തിലാണ് സ്ഥിരീകരണം. ഭർത്താവ് സാം ജോർജിനെ മൈസൂരുവിൽ നിന്ന് കുറവലങ്ങാട് പോലീസ് പിടികൂടിയിരുന്നു. ഭർത്താവ് സാമും ജെസ്സിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 26-നായിരുന്നു ജെസ്സിയെ കാണാതായത്. 29-ന് സുഹൃത്തുക്കൾ പോലീസിൽ പരാതി നൽകി. ജെസ്സിയുടെ മൃതദേഹം ഇടുക്കി കരിമണ്ണൂർ ചെപ്പുകുളത്തെ വ്യൂ പോയിന്റിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നത്. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പ്രലോഭിപ്പിച്ച് ലഹരി കടത്തിന് കൊണ്ടുപോയ സംഘത്തിലെ 3 യുവാക്കൾ അറസ്റ്റിൽ. ഒഡീഷ കാണിക്കാമെന്നും പണം നൽകാമെന്നും പ്രലോഭിപ്പിച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ ലഹരിക്കടത്തിന് ഉപയോഗിച്ച സംഘത്തിലെ 3 പേർ പിടിയിലായി. വാഴയങ്കട ബിഡാത്തി സ്വദേശി 24-കാരൻ റാഷിദ്, ചെർപ്പളശ്ശേരി സ്വദേശി 22-കാരൻ വിഷ്ണു, കാറൽമണ്ണ പുതുപ്പഴനി സ്വദേശി 20-കാരൻ അശ്വിൻ എന്നിവരാണ് അറസ്റ്റിലായത്. സെപ്റ്റംബർ 13-നും 23-നും ഇടയിലാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംഘം കൊണ്ടുപോയത്. ഒഡീഷയിൽ നിന്ന് കൊടുത്തയക്കുന്ന ലഹരി യഥാസ്ഥലത്ത് എത്തിക്കുമ്പോൾ 25,000 രൂപ നൽകാമെന്നും കുട്ടികളോട് സംഘം പറഞ്ഞിരുന്നു. കേസിലെ 1-ാം പ്രതി ഷാനിദിനെ പിടികൂടാനുണ്ട്. ലഹരി മരുന്നുമായി യുവാവ്
വാഹന പരിശോധനയ്ക്കിടെ പിടിയിൽ. പാലക്കാട് വാഹന പരിശോധനയ്ക്കിടെ ലഹരിമരുന്നുമായി യുവാവ് പിടിയിൽ. പട്ടാമ്പി കിഴായൂർ സ്വദേശി എൻ മുഹമ്മദ് ഷാഫിയെയാണ് പുതുശ്ശേരി പാമ്പാമ്പള്ളം ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള NHAI ലേബർ ക്യാമ്പിന് മുന്നിൽ വെച്ച് എക്സൈസ് പിടികൂടിയത്. സ്പെഷ്യൽ സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ അജയകുമാർ, ഒറ്റപ്പാലം റേഞ്ച് ഇൻസ്പെക്ടർ വിപിൻ ദാസ്, MK പ്രേംകുമാർ, പ്രജിത, ശരവണൻ, പ്രശാന്ത്, ലൂക്കോസ് എന്നിവരാണ് പരിശോധക സംഘത്തിലുണ്ടായിരുന്നത്. വൈദ്യുതി മോഷണം തടയാൻ ശ്രമിച്ച ജീവനക്കാരന് മർദ്ദനം. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. വൈദ്യുതി മോഷണം തടയാൻ ശ്രമിച്ച KSEB ജീവനക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേർ പിടിയിലായി. ഇടുക്കി കുമളിയിലെ HNL എസ്റ്റേറ്റ് ലയത്തിലാണ് അക്രമം നടന്നത്. ലൈൻമാൻ അയ്യാദുരൈക്കാണ് സംഘം ചേർന്നുള്ള അക്രമത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ അസ്മത്ത് അലി, അനീമുൾ ഇസ്ലാം, ഹഫീസുൾ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. 2 ദിവസം മുൻപായിരുന്നു സംഭവം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമേരിക്കയിൽ കൂട്ടപ്പിരിച്ചുവിടൽ ആശങ്ക നീളുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. ഓസ്ട്രേലിയൻ പര്യടനം. ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ഇന്ത്യയെ നയിക്കും. ഏകദിന പരമ്പര T20 ടീമുകൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.